കലാകാരന്മാരും വിദ്യാർത്ഥികളും മുടങ്ങാതെ ദർശനം നടത്തുന്ന അനന്തപുരിയിലെ പ്രസിദ്ധവും പുരാതനവുമായ ക്ഷേത്രമാണ് ചെന്തിട്ട ഭഗവതി ക്ഷേത്രം. തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് തെക്കുഭാഗത്താണ് ചെന്തിട്ട ദേവീക്ഷേത്രം. സ്റ്റേഷന്റെ കിഴക്കുഭാഗത്തുള്ള ഫ്ലൈ ഓവർ കഴിഞ്ഞ് വലതുവശത്തുള്ള വഴിയിൽ അഗ്രഹാരത്തിന്റെ തുടക്കത്തിൽ നിൽക്കുമ്പോൾ തന്നെ ക്ഷേത്രത്തിന്റെ തിരുനട കാണാം. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് കഷ്ടിച്ച് 2 കിലോമീറ്റർ ദൂരമേ ചെന്തിട്ട ദേവീക്ഷേത്രത്തിലേക്കുള്ളൂ. യുവതിയുടെ ഭാവമാണ് ചെന്തിട്ട ദേവിക്ക്. ചെം എന്ന പദത്തിന് ചുവപ്പ് നിറമെന്നും മനോഹരമായതെന്നും അർത്ഥമുണ്ട്. സുന്ദരിയായ ദേവിയുടെ മനോഹരമായ ഇരിപ്പിടം എന്ന അർത്ഥത്തിലാണ് ചെന്തിട്ട ആയതെന്നാണ് പഴമക്കാർ പറയുന്നത്. എന്നാൽ ചെമ്മൺ തിട്ടയാണ് കാലാന്തരത്തിൽ ചെന്തിട്ടയായി തീർന്നതെന്ന പക്ഷവുമുണ്ട്. വൃത്താകൃതിയിൽ കുടിയിരിപ്പിന് സൗകര്യപ്രദമായ ഉയർന്ന സ്ഥലത്തിനാണ് പൊതുവെ തിട്ട എന്ന് പറയുന്നത്. ദീർഘചതുരാകൃതിയിലുള്ള ശ്രീകോവിൽ പൂർണ്ണമായും കരിങ്കല്ലിൽ നിർമ്മിച്ചിരിക്കുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മുഖമണ്ഡപത്തെ ശില്പങ്ങൾ ആകർഷണീയമാണ്. ഇതിനോട് ചേർന്ന് തന്നെയാണ് നമസ്കാര മണ്ഡപവും. ശ്രീകോവിലിന്റെ ഗോപുരത്തിൽ തമിഴ് സ്വാധീനമുള്ള സംഘകാല നിർമ്മിതികളെ ഓർമ്മപ്പെടുത്തുന്ന ശില്പങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ്. ആദിഗുരുവായ ദക്ഷിണാമൂർത്തി, ശ്രീമുരുകൻ തുടങ്ങി എല്ലാ ഈശ്വരഭാവങ്ങളും ആവാഹിച്ച ശില്പങ്ങളാണ് ക്ഷേത്രഗോപുരത്തിൽ. കിഴക്കുഭാഗത്ത് നിന്നാണ് ഭക്തർ ശ്രീകോവിലിനുള്ളിലേക്ക് കടക്കുന്നത്. പക്ഷേ ദേവിയുടെ ദർശനം വടക്കോട്ടാണ്. ചതുർബാഹുവായ ഭദ്രകാളി പ്രതിഷ്ഠയാണ് ചെന്തിട്ടയിൽ. ഭദ്രകാളി സങ്കല്പത്തിലാണ് പൂജാതി കർമ്മങ്ങളെല്ലാം. ശ്രീകോവിലിനുള്ളിൽ തിടമ്പള്ളിയോട് ചേർന്നാണ് ഗണപതി പ്രതിഷ്ഠ. മറ്റ് ക്ഷേത്രങ്ങളിലൊന്നും കാണാത്ത പ്രത്യേകതയാണിത്. പ്രധാന ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറുഭാഗത്ത് കരിങ്കല്ലിൽ ശില്പാലങ്കൃതമായ മറ്റൊരു ശ്രീകോവിലുണ്ട്. കിഴക്ക് ദർശനമായി ശിവലിംഗമാണ് ഇവിടത്തെ പ്രതിഷ്ഠ. വടക്കോട്ട് ദർശനമുള്ള ദേവീക്ഷേത്രത്തിൽ മഹേശ്വരന്റെ ദർശനം കിഴക്കോട്ടായിരിക്കുമെന്ന ചിട്ട ചെന്തിട്ടയിലും പാലിച്ചു പോരുന്നു. ഇവിടെ ഗണപതിക്ക് 2 പ്രതിഷ്ഠകളുണ്ടെന്ന പ്രത്യേകതയുമുണ്ട്. ചുറ്റമ്പലത്തിനുള്ളിൽ ബാലമുരുകനും ശ്രീകൃഷ്ണനും ശാസ്താവും പ്രത്യേക പ്രതിഷ്ഠയും ക്ഷേത്രത്തിലുണ്ട്. ക്ഷേത്രത്തിന് വലതുവശത്ത് പേരാൽ ചുവട്ടിലാണ് നാഗത്തറയും നവഗ്രഹ പ്രതിഷ്ഠയും ഉള്ളത്. കൂടാതെ തെക്കുഭാഗത്ത് നാലമ്പലത്തിനു പുറത്ത് ആങ്കോലത്തറയിൽ മാടസ്വാമി അഥവാ കാവൽ മൂർത്തിയും കുടികൊള്ളുന്നു. കിഴക്കുഭാഗത്ത് രക്ഷസിനും പ്രതിഷ്ഠയുണ്ട്. മുഖ്യക്ഷേത്രങ്ങളിൽ കാണുന്ന എല്ലാ ക്ഷേത്രഭാഗങ്ങളും ചെന്തിട്ട ദേവീക്ഷേത്രത്തിലുമുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് മുന്നൂത്തിരങ്കയും സരസ്വതിയമ്മയും കുമാരസ്വാമിയുമാണ് നവരാത്രിക്ക് ഇവിടെ എഴുന്നള്ളുന്നത്. അതിൻ്റെ കാരണം പറയപ്പെടുന്നത് സരസ്വതിയമ്മ സഹോദരനെ കാണാനായിട്ട് പത്മനാഭ ക്ഷേത്രത്തിനായിട്ട് വരുന്നതായിട്ടും, കൂടെ അപ്പോൾ ഭഗവാൻ പറയുന്നു ഒറ്റയ്ക്ക് ഒരു സ്ത്രീ പോകാൻ പാടില്ല, കൂടെ ഒരു സ്ത്രീയെ കൂടെ കൊണ്ടുപോകണമെന്നാണ് സുശീന്ദ്രത്തിൽ നിന്ന് മുന്നുദിത്ത നങ്ക, അതായത് 300 നങ്ക എന്ന് പറയുന്ന ആ ദേവിയും കൂടെ കൊണ്ടുവരണം എന്ന് പറയുന്നു. അപ്പോൾ 2 സ്ത്രീകൾ ഒറ്റയ്ക്ക് പോകാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മുരുകനെ അവർക്ക് സേനാധിപതിയായിട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ 300 നങ്ക പറയും കുറത്തിയെ കല്യാണം കഴിച്ചാണ് മുരുകൻ വേണ്ട, ഞങ്ങൾ പൊയ്ക്കോളാം എന്ന് പറയും. അത് പറ്റൂല എന്ന് ഭഗവാൻ പറയുന്നതായിട്ടും തിരിച്ച് അതുകൊണ്ടാണ് മുരുകൻ സേനാധിപതിയായിട്ടാണ് ഇവരെ വിളിച്ചുകൊണ്ട് വരുന്നത്. സകല കലാദേവതയായ ദേവിയുടെ 9 ഭാവ പൂജകൾ കൊണ്ട് അനന്തപുരിയെ ഭക്തിസാന്ദ്രമാക്കുന്നതാണ് നവരാത്രി കാലം. ഈ പൂജയുമായി ബന്ധപ്പെട്ട് സവിശേഷ സ്ഥാനമുണ്ട് ചെന്തിട്ട ദേവീക്ഷേത്രത്തിന്. ക്ഷേത്രത്തിനുള്ളിൽ തന്നെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് ഒരു തറ പ്രത്യേകമായി സജ്ജമാക്കിയിരിക്കുന്നു. നവരാത്രി ഉത്സവത്തിന് അനുബന്ധിച്ച് തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ നിന്ന് 3 പൂജാവിഗ്രഹങ്ങൾ അനന്തപുരിയിലെത്തുന്നു. രാജാവിനെയും പ്രജകളെയും അനുഗ്രഹിക്കാനാണ് വിഗ്രഹങ്ങൾ 80 കിലോമീറ്ററോളം കാൽനടയായി അനന്തപുരിയിലെത്തുന്നത്. നൂറ്റാണ്ടുകൾ പിന്നിട്ട ഈ ആത്മീയ സംസ്കൃതി ഇന്നും അനന്തപുരി നിവാസികൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന അനുഷ്ഠാനമാണ്.
വേളിമല കുമാരകോവിലിൽ നിന്ന് വെള്ളിക്കുതിരമേൽ വേലായുധസ്വാമി അഥവാ കുമാരസ്വാമി, പത്മനാഭപുരം കൊട്ടാരത്തിലെ തേവാരക്കെട്ടിൽ ആരൂഢമായിരിക്കുന്ന സരസ്വതി ദേവി, ശുചീന്ദ്രത്തെ 300 നങ്ക എന്നീ മൂർത്തികളാണ് തിരുവനന്തപുരത്തേക്ക് എഴുന്നള്ളുന്നത്. നവരാത്രി ആഘോഷത്തിന്റെ തുടക്കത്തിൽ അനന്തപുരിയിലെത്തുന്ന 3 വിഗ്രഹങ്ങളിൽ സരസ്വതി ദേവിയെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനു മുന്നിലെ കുതിരമാളിക കൊട്ടാരത്തിലെ മണ്ഡപത്തിലും ശ്രീമുരുകനെ വലിയശാല ദേവീക്ഷേത്രത്തിലും കുടിയിരുത്തും. 300 നങ്ക അഥവാ കുണ്ടണിമങ്ക എന്ന് അനന്തപുരി നിവാസികൾ വിളിക്കുന്ന ദേവിയെ കുടിയിരുത്തുന്നത് ചെന്തിട്ട ദേവീക്ഷേത്രത്തിലെ പ്രത്യേകം തയ്യാറാക്കിയ തറയിലാണ്. കന്യാകുമാരി ജില്ലയിലെ നാഞ്ചിനാട്ടിൽ നങ്ക എന്ന വിളിപ്പേരുള്ള നിരവധി ദേവിമാരുണ്ട്. ആദി പരാശക്തിയാണ് 300 നങ്ക എന്നാണ് സങ്കല്പം. മുൻ ഉദിത്ത നങ്ക എന്ന തമിഴ് പദമാണ് ലോപിച്ച് 300 നങ്ക ആയത്. പഴയകാല ലിഖിതങ്ങളിലൊക്കെ 300 നങ്ക എന്ന പദത്തിന് പകരം കുണ്ഡലിനി മങ്ക എന്നാണുള്ളത്. കുണ്ഡലിനി എന്ന പദം ശക്തി സ്രോതസ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. കുണ്ഡലിനി മങ്ക എന്ന പദം ലോപിച്ച് തിരുവനന്തപുരത്തുകാർ ദേവിയെ കുണ്ടണിമങ്ക എന്നും പറയുന്നു. ചെന്തിട്ട ദേവിയുടെ സഹോദരിയാണ് 300 നങ്ക എന്നൊരു വിശ്വാസവുമുണ്ട്. നവരാത്രിയുടെ ഭാഗമായി ചെന്തിട്ട ക്ഷേത്രത്തറയിലിരുന്ന് ഭക്തർക്ക് അനുഗ്രഹം ചൊരിയുന്ന ദേവി 11ാം നാളിൽ ശുചീന്ദ്രത്തിലേക്ക് മടങ്ങും. ശുചീന്ദ്രം ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർ 300 നങ്കയെ വന്ദിച്ച ശേഷമേ പ്രധാന പ്രതിഷ്ഠയായ സ്ഥാണുമാലയനെ ദർശിക്കാൻ പോകാറുള്ളൂ. ദിവസവും 3 പൂജ പതിവുള്ള ക്ഷേത്രമാണ് ചെന്തിട്ട ദേവീക്ഷേത്രം. കുംഭമാസത്തിലെ ഭരണി നാളിലാണ് ഇവിടെ ഉത്സവം. അഗ്നിക്കാവടിയും എഴുന്നള്ളത്തും വിശേഷപ്പെട്ട ഉത്സവ ചടങ്ങാണ്. ചെന്തിട്ടയിൽ നിന്ന് പുറപ്പെടുന്ന കാവടിക്ക് ആര്യശാല ദേവീക്ഷേത്രത്തിലാണ് അഭിഷേകം നടത്തുന്നത്. സർവമംഗളങ്ങളും ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്ന ഒരു ദേവിയായിട്ടാണ് കുടികൊള്ളുന്നത്. അതിപുരാതനമായ ക്ഷേത്രങ്ങൾ, ഇവിടെ ദേവീക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നതിന് മുന്നേ തന്നെ ഉള്ള ഒരു ക്ഷേത്രമായിട്ടാണ് കരുതപ്പെടുന്നത്. അതായത് ശംഖുമുഖം, തെക്കേത്തെരുവ്, ആര്യശാല എന്നീ ക്ഷേത്രങ്ങളോടൊപ്പം ചെന്തിട്ട ദേവീക്ഷേത്രവും ഉണ്ടായിരുന്നതായും മറ്റ് ദേവീക്ഷേത്രങ്ങളൊക്കെ പിന്നീട് വന്നതായി കരുതപ്പെടുന്നു. എല്ലാ ദിവസവും കളമെഴുത്തും മംഗളകുരുതിയും നടത്തുന്ന ക്ഷേത്രം എന്ന പ്രത്യേകതയും ചെന്തിട്ട ദേവീക്ഷേത്രത്തിനുണ്ട്. ദിവസവും കളമെഴുത്തും മംഗളകുരുതിയും നടക്കുന്ന 2 ക്ഷേത്രങ്ങളെ കേരളത്തിലുള്ളൂ. ചെന്തിട്ടയിലും പിന്നെ ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തിലുമാണത്. ചെന്തിട്ട ദേവീക്ഷേത്രത്തിൽ കളമിടുന്നത് നാലമ്പലത്തിന് വടക്കിനിയിലാണ്. കിഴക്കുഭാഗത്താണ് കളത്തറ. തർപ്പണം മണ്ഡപത്തിൽ ആചാരവിധിപ്രകാരം നടത്തിവരുന്നു. ധൂളിചിത്രപ്പാട്ട് എന്ന അപരനാമം കൂടിയുള്ള കളമെഴുത്തുപാട്ട് കേരളത്തിൽ പണ്ടേ പ്രസിദ്ധമായ അനുഷ്ഠാന കലയാണ്. ദാരിക നിഗ്രഹത്തിനായി ജന്മം കൊണ്ട ഭദ്രയെപ്പറ്റിയാണ് പാടുന്നത്. കളവും ഭദ്രയുടേതു തന്നെ.
തിരുവിതാംകൂറിൽ കളമെഴുത്ത് പാട്ടിന് ചൊല്ലാറുള്ള ഭദ്ര അവതാരം പാട്ടിൽ ചെന്തിട്ട വാഴുന്ന അമ്മയെ പ്രകീർത്തിക്കുന്നുണ്ട്. തന്നെ അഭയം പ്രാപിക്കുന്നവരെയെല്ലാം സന്തുഷ്ടയായ ദേവി അനുഗ്രഹിച്ച് ആശീർവദിക്കുന്നതാണ് കീർത്തനത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഇക്കാരണത്താൽ ചെന്തിട്ടയിൽ വാഴുന്ന ദേവി ദുഷ്ടനിഗ്രഹത്തിനായി അവതരിച്ച ഭദ്രകാളിയാണെന്നാണ് ഭക്തർ വിശ്വസിച്ചു പോരുന്നത്. ചെന്തിട്ട ഭഗവതി ശ്രീ പാർവതി സങ്കല്പമാണെന്ന് വിശ്വസിക്കുന്ന ഭക്തരും അനവധിയാണ്. പാർവതീ ചൈതന്യം പ്രപഞ്ചത്തിലെ ഓരോ വ്യക്തിയിലും കുണ്ടലിനീ ശക്തി എന്ന ശക്തിഭാവത്തിൽ ഉറങ്ങിക്കിടക്കുന്നു എന്നാണ് വിശ്വാസം. ഇപ്രകാരം പ്രപഞ്ചത്തിൽ ജീവൻ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഉദിച്ച ദേവി തന്നെയാണ് ആദി പരാശക്തിയായി ചെന്തിട്ട ദേവീക്ഷേത്രത്തിൽ കുടികൊള്ളുന്നത്. ഈ ദേവിയെ വണങ്ങുന്നവർക്ക് സർവ്വ ഐശ്വര്യങ്ങളും ജന്മമുക്തിയും ലഭിക്കുന്നു എന്നാണ് വിശ്വാസം.